നിയമസഭ എന്ന് പറയുന്നത് വളരെ വിലയേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭരണപക്ഷം തയ്യാറാകുന്ന സമയത്ത് എന്തിനാണ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ച് പുറത്ത് ധർണാ സമരം നടത്തുന്നതും അതോടൊപ്പം തന്നെ നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സത്യം ലോകം മുഴുവൻ അറിയും. പ്രതിപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരിലേക്കുമാണ് അന്വേഷണം നീളുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി എന്ത് ചവിട്ട് നാടകം കളിക്കും എന്നുള്ളൊരു ഗതികേടിലേക്ക് നമ്മുടെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് UDFന് വളരെ വലിയ ഒരു തിരിച്ചടിയാകാനായിട്ടുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. നമസ്കാരം. തുടർച്ചയായ നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രതിപക്ഷം ഉദ്ദേശിക്കുന്ന മുഖ്യപ്രതി ആരാണ്? ഈ പ്രതിപക്ഷ നേതാവ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഒരു കോടീശ്വരനാണ് ഈ സ്വർണം വിറ്റിട്ടുള്ളത്. ആ കോടീശ്വരനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് എത്രത്തോളം പ്രതികരിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒടുവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് തന്നെ കോൺഗ്രസ് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമസഭ എന്ന് പറയുന്നത് വളരെ വിലയേറിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കൃത്യമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭരണപക്ഷം തയ്യാറാകുന്ന സമയത്ത് എന്തിനാണ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ച് പുറത്ത് ധർണാ സമരം നടത്തുന്നതും അതോടൊപ്പം തന്നെ നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ടത്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സത്യം ലോകം മുഴുവൻ അറിയും. എല്ലാ വാർത്താ മാധ്യമങ്ങളും നിയമസഭ ലൈവായിട്ട് തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ സഭാ TV നിന്ന് നമുക്ക് ഈ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വീഡിയോ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകും. അപ്പൊ ഈ സത്യം ലോകം തിരിച്ചറിയരുത് എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് കൊണ്ടുവരാത്തത്. നിയമസഭയ്ക്കകത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പെടാൻ വേണ്ടി പോകുന്നത് പ്രതിപക്ഷം തന്നെയാണ്. പ്രതിപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരിലേക്കുമാണ് അന്വേഷണം നീളുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആരൊക്കെയാണ്? അടൂർ പ്രകാശ്, സോണിയാഗാന്ധി, ആന്റണി, ഇവരൊക്കെ സംശയത്തിന്റെ നിഴലിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ശിവൻകുട്ടി നിയമസഭയ്ക്കകത്തല്ലേ പറഞ്ഞ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർക്ക് ഉത്തരം പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ്. ഇതല്ല എങ്കിൽ മുഖ്യപ്രതി ആരാണ് എന്നുള്ള കാര്യം VD സതീശൻ പറയണം. തെളിവുകൾ സഹിതം അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ ഈ മുഖ്യപ്രതിയെ കൊണ്ട് പ്രഖ്യാപിക്കട്ടെ. പക്ഷെ അതല്ലാതെ, കാരണം SITയുടെ അന്വേഷണം തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, സർക്കാർ ഈ പറഞ്ഞ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടയില്ലാത്ത വെടി പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എന്തെങ്കിലും അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എന്താണ് പറയേണ്ടത്? ഞാനിതാ തെളിവുകൾ പുറത്തുവിടുന്നു, ഇന്നയാളാണ് മുഖ്യപ്രതി. അതല്ല എങ്കിൽ SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ ആരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത്. സർക്കാരിന് അങ്ങനെ SITയുടെ മേലൊന്നും സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം SIT കൃത്യമായിട്ട് ഓരോ ആളുകളുടെയും മൊഴി ഹൈക്കോടതിക്ക് മുമ്പിൽ നൽകുന്നുണ്ട്. ഈ ഹൈക്കോടതിക്ക് മുമ്പിൽ നൽകുന്ന മൊഴി ഹൈക്കോടതി വായിച്ചു നോക്കിയതിനു ശേഷം പിന്നീട് അത് മടക്കിക്കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത്, SITക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി പ്രതിപക്ഷ നേതാവിന് ഇല്ലേ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഏതൊരു മലയാളിയും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ഇവർ നിയമസഭയ്ക്കകത്ത് ചർച്ചയ്ക്ക് തയ്യാറാവാത്തത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? അതല്ലെങ്കിൽ VD സതീശൻ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയണം, ഇന്നയാളാണ് പ്രതി. ഇപ്പൊ ഇവര് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നില്ല എന്നൊക്കെയല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ SITയുടെ മൊഴിപ്പകർപ്പ് ഒരു പക്ഷെ വേണമെങ്കിൽ ഇവർക്ക് കോടതിയിൽ നിന്ന് ലഭ്യമാകുമല്ലോ. ആ ലഭ്യമാകുന്ന മൊഴിപ്പകർപ്പ് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ. അതല്ലാതെ കണ്ട് വെറുതെ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷം കളിക്കുന്ന ഈ നാടകം കൊണ്ട് നിയമസഭയ്ക്ക് നഷ്ടപ്പെടുന്നത് വിലയേറിയ സമയമാണ്. നിയമസഭയ്ക്കകത്ത് എന്തെല്ലാം ബില്ലുകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ബഡ്ജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ബഡ്ജറ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ അതിനകത്ത് എന്തെല്ലാം അമെന്റ്മെന്റുകൾ ഇവർക്ക് കൊണ്ടുവരാം, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ഇതിനകത്ത് സംസാരിക്കാം. UDFന്റെ MLA മാരുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അവഗണന
നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമസഭയിൽ അവതരിപ്പിക്കാനും അത് നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു സുവർണാവസരമല്ലേ ഇത്? ആ സുവർണാവസരത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ പേരിൽ ഇങ്ങനെ ഇല്ലാതാക്കുന്നത്? പ്രതിപക്ഷം ഉത്തരം പറയണമെന്നേ. ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ത്രിതല പഞ്ചായത്തിൽ UDF ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമസഭാ സമ്മേളനത്തോടു കൂടി ഇല്ലാതാവുന്നു എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ശബരിമല ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിയമസഭ തയ്യാറാവുന്ന സമയത്ത് ശബരിമല ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് സമരം ചെയ്യണം, ഞങ്ങൾ സ്പീക്കറുടെ ഡൈസിലേക്ക് ചാടിക്കയറും. ഇതൊക്കെ എന്ത് അഭ്യാസമാണെന്ന് ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? മലയാളികളൊന്നും പണ്ടത്തെ പോലെയല്ല, 100% സാക്ഷരത നേടിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇവിടെയുള്ള മനുഷ്യർക്ക് ഇതൊക്കെ കണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കത്തില്ലേ? ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രതിപക്ഷമായല്ലേ സംസ്ഥാനത്ത് വേണ്ടത്? മറിച്ച് ഇതേ രീതിയിലുള്ള പ്രതിപക്ഷമാണോ? ഇതേ രീതിയിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം UDF പ്രതിപക്ഷത്ത് പോലും ഉണ്ടാവുന്ന സംശയമാണ്. കാരണം ഇത് എന്ത് പ്രതിപക്ഷമാണ് ഇത്? കാരണം എന്തെല്ലാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കാതെ വെറുതെ ഒരു ശബരിമല എടുത്തു വെച്ചിട്ട്, ഈ ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ എല്ലാം ഒരു പൊതുവികാരമാണ്. ആ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ള കൃത്യമായിട്ടും സുതാര്യമായിട്ടും അതിന്റെ അന്വേഷണം നടക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഒരു സമരം നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വോട്ടിന് വേണ്ടി മാത്രമാണത്. വരുന്ന ഇലക്ഷൻ വരെ ഈ ശബരിമല വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു സമരമാണത്. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷമൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു പക്വത കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതല്ല മറിച്ച് കടകംപള്ളി സുരേന്ദ്രനാണ് പ്രതി എന്ന് ഈ പ്രതിപക്ഷ നേതാവിന് ഉറപ്പുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം പറയുന്നേ. കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്, മുരാരി ബാബു നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്, സുധീഷ് കുമാർ നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്, പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്, വാസു നൽകിയിരിക്കുന്ന മൊഴിയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ മൊഴികളിൽ നിന്ന് ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയതിനു ശേഷം, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയല്ലേ, പഠിച്ചു നോക്കിയതിനു ശേഷം ഇതാ ഈ വകുപ്പുകൾ അനുസരിച്ചിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ കുറ്റക്കാരനാണ്. ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ അങ്കമാലി MLA വലിയൊരു പൊട്ടത്തരത്തിൽ പോയി വീണ നമ്മൾ കണ്ടതല്ലേ. അതായത് കടകംപള്ളി സുരേന്ദ്രൻ എത്ര ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചത് നമ്മൾ കണ്ടതല്ലേ. ലോക മണ്ടത്തരമല്ലായിരുന്നു അത്? ദേവസ്വം ബോർഡിന്റെ യോഗത്തിൽ വകുപ്പ് മന്ത്രിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുമോ? ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ ശബരിമലയിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രതയിലാണ് അവരുള്ളത്. ആ വ്യഗ്രതയ്ക്കകത്ത് അവർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്ന കാര്യം മറന്നുപോകുന്നു. പൊതുജനം അതല്ല വിലയിരുത്തുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കാനുണ്ടെന്നേ. അവർക്ക് വേണ്ടി നിയമസഭയ്ക്കകത്ത് ആര് സംസാരിക്കും? ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ച് അവർക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നിയമസഭയ്ക്കകത്ത് സംസാരിക്കാനുണ്ട്. ആര് സംസാരിക്കും? എവിടെയാണ് പ്രതിപക്ഷം? ജനം ചോദിക്കത്തില്ലേ? എങ്ങനെയെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി എന്ത് ചവിട്ട് നാടകം കളിക്കും എന്നുള്ളൊരു ഗതികേടിലേക്ക് നമ്മുടെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. അതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, 5 വർഷങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ നാടകങ്ങൾ എന്തെങ്കിലും സഭയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ? എത്ര പക്വമായിട്ടാണ് ആ സഭ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നുമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പ്രതിപക്ഷ സ്വരം പോലും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തും, ആ പത്രസമ്മേളനത്തെ കുറച്ച് ഡയലോഗ് അടിക്കും, നിയമസഭയ്ക്കകത്ത് കുറച്ച് ബഹളം വയ്ക്കും, പുറത്തേക്ക് വന്നിട്ട് കുറച്ച് മുദ്രാവാക്യം വിളിക്കും, ആരെങ്കിലും 2 പേര് പോയി നിരാഹാര സമരം നടത്തും. ഇതിനപ്പുറത്തേക്കുള്ള എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് ഇവർ ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്? ഇതാ ഇപ്പോൾ 6-ാം തീയതി ഒരു ജാഥ ആരംഭിക്കാൻ പോകുന്ന കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്. ഇതുകൊണ്ടൊക്കെ എന്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന് പറയുന്നത്? ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കാതെ, അല്ലെങ്കിൽ തങ്ങളുടെ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവഗണന നേരിട്ടിട്ടുണ്ട് ബഡ്ജറ്റ് പ്രസംഗത്തിൽ എങ്കിൽ ആ ബഡ്ജറ്റിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പുതിയ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ആ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതിന് പകരം ഇവരെന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സുതാര്യമായിട്ട് നടക്കുന്ന ഒരു അന്വേഷണത്തിന്റെ പേരിൽ ഒരു മുഖ്യ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന സമയത്ത് പ്രതിപക്ഷത്തെ നമുക്ക് വെല്ലുവിളിക്കാൻ സാധിക്കും. അവർ ചെയ്യേണ്ട കാര്യം ഇതാണ്: മുഖ്യപ്രതി ഇന്നയാളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെളിവുകൾ സഹിതം സംസാരിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം. അതല്ല എങ്കിൽ പ്രതിപക്ഷ നേതാവ് സഭ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കണം എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അത് കൂടാതെ തന്നെ ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളതൊക്കെ നിയമസഭയ്ക്കകത്ത് പറയുന്നേ. അപ്പോൾ ഭരണപക്ഷത്തിന് അതിനുള്ള ഉത്തരവും കിട്ടുമല്ലോ. എന്തിനാണ് ഇവർ ചർച്ചയെ ഭയപ്പെടുന്നത്? ഏതൊക്കെയായാലും ശബരിമലയെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് UDF വളരെ വലിയ ഒരു തിരിച്ചടിയാകാനായിട്ടുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്.